ആ പിശാചിന്റെ കയ്യിന്ന് ഒരു വിധം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. മോനെ പാക്കരോ, നിനക്ക് വേണ്ടിയുള്ള ഹംസം പരിപാടി ഇന്നത്തോടെ ഞാൻ നിർത്തുവാ. ഇനി ഇവളല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി മെസ്സഞ്ചർ പണിയെടുത്താലും അവള് വീടില്ല മോനെ. അത് ശരിയാ ബ്രോ, നീ അവളെ വിട്ടുകളാം. അവര് വേറെ സെറ്റപ്പാ. വിഷമിക്കാതെ ബ്രോ, എല്ലാം ശരിയാവുന്നേ. എവിടെ ശരിയാവാൻ? അവളെ ആ പെൺകൊച്ചിനെ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയാ പിടിച്ചിരിക്കുന്നത്. ഇനി നിന്റെ മാളവിക വിചാരിച്ചാൽ പോലും അവളുടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാ അതിന്റെ സെറ്റപ്പ്. ഇതൊക്കെ ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ? പറഞ്ഞാ മനസ്സിലാവണ്ടേ? ആർക്കടാ ഞാനും അവള് ലെസ്ബിയൻസ് ആണോ എന്ന് സംശയം? പറയടാ. എടോ, അത് പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ. നിന്റെയൊക്കെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നടക്കാതെ വന്നപ്പോ വെറുതെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. നീ വെറുതെ ഷോ കാണിക്കില്ലേ അപൂർവേ? കണ്ണടച്ച് പാലുടിച്ച അതാരും അറിയില്ലെന്ന് വിചാരിക്കരുത്. ആയിക്കോ മോളെ, നീ കൊണ്ടു നടന്നോ അവളെ? കൊണ്ടു നടക്കുകയോ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കും. ഇപ്പൊ നാട്ടിലതൊന്നും വലിയ സംഭവം അല്ലല്ലോ, അല്ലേ അളിയ? നീ കൊണ്ടു നടന്നോ അവളെ? കൊണ്ടു നടക്കുകയോ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കോ. ഇപ്പൊ നാട്ടിലതൊന്നും വലിയ സംഭവം അല്ലല്ലോ, അല്ലേ അളിയ? What do you think of yourself? നീ ഇവിടുത്തെ ചാൻസി റാണിയാണോ അതോ ഫൂലൻ ദേവിയോ? ഇതിനു മുമ്പും തന്നെ കുറിച്ച് പല കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത് തന്റെ ഫാദറിനെ ഓർത്തിട്ടാ. പക്ഷേ ഇനി ഇതിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഈ കോളേജിനൊരു അന്തസ്സും പാരമ്പര്യമുണ്ട്. ഞാൻ ഈ ചെയറിലിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ഗുഡ്വില്ലിന് കളങ്കം ചാർത്താൻ ആരെ അനുവദിക്കില്ല. അതിന് ഏത് കൊമ്പത്തെ കുഞ്ഞാണെങ്കിലും ശരി. മാഡം, ഞാൻ ആ കുട്ടികളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കേസിനൊന്നും അവർക്ക് താല്പര്യമില്ല. പിന്നെ മുറിവ് അത്ര സീരിയസ് ഒന്നും അല്ല. താങ്ക് ഗോഡ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഡോണ്ട് യു ഫീൽ അഷേം? പെൺകുട്ടിയാണെന്നൊരു വിചാരമുണ്ടോ നിനക്ക്? പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാവും തന്നെ ഇനി തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സത്യം പറയാലോ, PTA മീറ്റിംഗിൽ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. എന്നാലേ നീയൊക്കെ പഠിക്കൂ. താനെന്താ കണ്ണുരുട്ടി പേടിപ്പിക്ക? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? വെറുതെ ഒരു ഭംഗിവാക്കി ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ടായാലും വലിയ ഗുണമൊന്നുമില്ല. വല്ല കൂസലുണ്ടോ നോക്കി. ഗെറ്റ് ലോസ്റ്റ്. മാഡം, മറ്റേ കുട്ടി പാവോ മാഡം? ഇവളാ അതിനെ കൂടി വഷളാക്കുന്നത്. ഐ നോ. ഈ നോട്ടീസ് ക്ലാസ്സിൽ അനൗൺസ് ചെയ്യണം ഇപ്പൊ തന്നെ. ശരി മാഡം. സർ. വന്നല്ലോ നായിക. പ്രിൻസിപ്പാളുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞോ? എന്താണാവോ സമ്മാനം? സസ്പെൻഷനോ അതോ ഡിസ്മിസലോ? പോയിരിക്കെ സർ. നിക്ക് ഓല വന്നല്ലോ, നോക്കട്ടെ.
This is to inform you that Apurva Vijay, the student of final year literature, is suspended from the campus for the period of 1 month.